കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയത്തിലേക്ക് ഇന്നലെ രാത്രി 12 മണി സമയത്തോടു കൂടിയാണ് ഒരു കോൾ വരുന്നത്. ഒരു യുവതി ആത്മഹത്യാശ്രമം നടത്തി കിണറ്റിലേക്ക് ചാടി എന്നുള്ളൊരു കോളായിരുന്നു അത്. അതേ തുടർന്നാണ് സോണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന 5 അംഗ സംഘം ഇത്തരത്തിൽ ഈ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് വാഹനത്തിൽ പോവുകയും പിന്നീട് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രദേശത്തെയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ആ സമയത്ത് ഇവരെത്തുന്ന സമയത്ത് ഒരു യുവതി കിണറ്റിലുണ്ടായിരുന്നു. കിണറ്റിൽ നിന്ന് കരഞ്ഞു വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സമയത്താണ് ഈ സോണി എസ് കുമാർ അടക്കമുള്ള സംഘത്തിൽ നിന്ന് ഒരാൾ കിണറ്റിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം എത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് സോണി എസ് കുമാറിലേക്ക് ഒരു ദൌത്യം എത്തുകയും തുടർന്ന് ഈ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ഇറങ്ങി യുവതിയെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുവതിയുടെ കൂടെ താമസിച്ചിരുന്ന യുവാവ്, അതായത് നിലവിൽ മുണ്ടുപാറ വിഷ്ണുവിലാസം വീട്ടിലെ അർച്ചനയാണ് കിണറ്റിൽ ചാടിയിരുന്നത്. അതേ സമയത്ത് കൂടെ താമസിച്ചിരുന്ന ആൺ സുഹൃത്ത് ശിവകൃഷ്ണൻ, അമിതമായി മദ്യവെച്ചിരുന്ന ശിവകൃഷ്ണൻ ടോർച്ച് തെളിച്ചുകൊണ്ട് ഈ കിണറിന്റെ കരയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കിണറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴുന്നത്. ഈ 3 പേരെ താങ്ങാനുള്ള ഒരു ശക്തി തൂണിനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കനത്ത മഴയായിരുന്നു. ആ മഴയിൽ കുതിർന്നു നിൽക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഈ ഇഷ്ടിക തൂണുകളും കല്ലുകളും ഒക്കെ തന്നെ ഈ പതിച്ചാണ് സ്പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് വെച്ച് തന്നെ സോണി എസ് കുമാർ മരണത്തിന് കീഴടങ്ങുന്നത്. എന്തായാലും ഈ കൃത്യനിർവഹണത്തിനിടെ ഉണ്ടായ മരണം അത് വലിയ രീതിയിൽ തന്നെ ഈ അഗ്നിരക്ഷാ നിലയത്തിലുള്ള ഉദ്യോഗസ്ഥരെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടിൽ മാനസിക സംഘർഷത്തിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ആ സമയത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തനം വളരെയേറെ ദുർഘടമായിരുന്നു. ആ സമയത്ത് ഈ കൊല്ലത്ത് നിന്നും അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. ഏറെ പണിപ്പെട്ടായിരുന്നു രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയത്. കാരണം അത്രത്തോളം ആഴമുള്ള കിണറായിരുന്നു. എന്തായാലും ഈ ഒരു സഹപ്രവർത്തനം നഷ്ടപ്പെട്ടതിലുള്ള സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെയാണ് ഈ കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാരുള്ളത്. ഇപ്പോൾ ഈ നിലവിലുണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥരും ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർ പലരും ഇപ്പോൾ ആശുപത്രിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതീവ ദുഃഖത്തിലാണ് ഇപ്പോൾ കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയമുള്ളത്. കാരണം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ഇവിടെ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു വരുന്ന ഒരു ഉദ്യോഗസ്ഥനെയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടതെന്നും കൃത്യനിർവഹണത്തിനിടെ നഷ്ടപ്പെട്ടതിലുള്ള ഒരു വേദനയിലാണ് കൊട്ടാരക്കര അഗ്നിരക്ഷാ നിലയത്തിലുള്ള ഉദ്യോഗസ്ഥരുള്ളത്.